എന്താടാ നടക്കണത്? കണ്ണൊക്കെ കണ്ണടച്ചേ വിവാൻ തന്നെ അച്ഛൻ തന്നെ അടച്ചോളൂ. എന്താണോ കളി? കുറച്ചുകൂടി പോ. കുറച്ചുകൂടി അമ്മ അവിടെ നിക്ക്. തുറക്ക്. കള്ളല്ലേ? നന്നായിരിക്കണടാ. ഇഷ്ടപ്പെട്ടു. ചേഞ്ച് നല്ലതാ. ന്യൂ ഇയർ ആയിട്ട് അടിപൊളി ചേഞ്ച്. ഗസ്റ്റ് ഇങ്ങനെ ഇരിക്കുമല്ലെങ്കിൽ മറ്റത് ഈ ടേബിൾ അവിടെ ഇരിക്കൂലേ, ഗസ്റ്റ് ഇവിടെ ഇരിക്കൂലേ, അപ്പൊ എടുക്കാൻ ഇങ്ങനെ എടുക്കണ്ടേ? ഇവിടെ അച്ഛൻ എടുക്കാൻ നോക്കും. അടിപൊളി. പക്ഷെ ഇവിടെ ഇവിടെ എന്തെങ്കിലും ടേബിൾ ഇല്ല ഇത് നല്ലത്. സ്പേഷ്യസ് ആയിട്ട് തോന്നും. എല്ലാം ഞാൻ നോക്കിയപ്പോ എല്ലാം മൂവ് ആയിരിക്കുന്നു. എന്ത് പറ്റിയാടാ? പുതുവർഷം ആയപ്പോഴത്തേന് എനർജി ഒക്കെ കൂടിയാ? എനിക്ക് പുതിയ എല്ലാം 2025 ഒരു ലേഔട്ട് ആയിരുന്നു. അത് ഓക്കെ ആയിരുന്നു. അതേനു എന്താ പറഞ്ഞ? 2025 എന്തായിരുന്നു ഒരു ലേഔട്ട്? ഒരു ലേഔട്ട് ഇല്ല. അപ്പൊ 2026 ഡിഫറെന്റ് ആയിരിക്കാൻ വേണ്ടി പുതിയ ലേഔട്ടിലേക്ക്. അടിപൊളി. അത് ചീത്തയാക്കാതടാ. അപ്പൊ ഇത് ഹൈറ്റ് ഇല്ലാതെ അത് ഇങ്ങനെ ഇരിക്കും. എന്തൊക്കെയോ കാണിക്കുന്നു. രാവിലെ കണ്ണാടി എടുത്ത് വെച്ചാ? റീഡിംഗ് ക്ലാസ് അച്ഛൻ നീങ്ങിയിരിക്കും. ഇത് കുറച്ച് മാറ്റണം. പതുക്കെ അതിന്റെ അടുത്ത് മൂവ് ചെയ്യാം. കുറച്ച് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യാം. എന്തൊക്കെയോ നടക്കുന്നു ഇവിടെ. ഓ അങ്ങനെ ഇരുന്ന് വായിക്കാൻ. അത് തന്നെ മെയിന്. ഇവിടെ ചുമ്മാ സ്പേസ് ഉണ്ട്. ഇവിടെ ശരിയടാ. നല്ല ഈ ടേബിള് ഇങ്ങോട്ട് പിന്നെ അത് അങ്ങോട്ടാ. അതായത് ഇത് അതിന്റെ ഇവിടെ ഐഡിയ ഉണ്ട് കുഞ്ഞിരാമനപ്പം. അങ്ങോട്ട് നീക്കണം. അടുപ്പിക്കാൻ പോണോ? അത് കേറണ്ടേ? സ്ഥലം വേണ്ടേ? അതുകൊണ്ട് വൃത്തിയാടില്ലെന്നാണ്. ഏത് പില്ലോ? നീ ഉണ്ടാക്കിയ പില്ലോ? അഗ്ലി പില്ലോ. അത് വേണ്ട പക്ഷേ. പക്ഷെ പില്ലോയെ അഗ്ലി പോലെ തന്നെ ഇരിക്കണം. പോച്ചാ. അതുകൊണ്ട് അത് അവിടെ തന്നെ എക്സ്ട്രാ പില്ലോ എവിടെയുണ്ടോ? എന്തിന്? ഇവിടെ ഈ ഡല്ലായിരിക്കാൻ അതിരിക്കട്ടാ. വീട്ടിൽ ബില്ല് അവിടെ പേര് പിള്ളേക്ക് 2025 ഇരുന്ന പോലെ 2026 ഇരിക്കണ്ട. മൊത്തത്തിലൊരു മാറ്റം ആവശ്യമാണ്. വേണം. ശരിയാണ്. അത് വളരെ നല്ല അഭിപ്രായം. ആരിടു ചായ? ഒരു ചേഞ്ചിന് വേണ്ടി വർഷിക ചായ ഇടൂ. ഞാൻ ഇന്നലെ ഇട്ടില്ല. ഇന്ന് അമ്മയുടെ ചേഞ്ചാണ് അമ്മ ഇട്ടുന്നത്. വിമാനം ഇട. പഠിക്കണ്ടേ? അയ്യോ അവന്റെ സ്റ്റീവ്. അടുത്ത ഒരു തീരുമാനം, ഇതിനെ അവിടെ കൊണ്ടുപോവാം.
എന്റെ മരം അത് എന്റെ മരം. ഇതാണ് ബുക്ക് മാത്രം വെച്ചാ മതി കേട്ടാ അതന്നെ അല്ലേ? പക്ഷെ നല്ലതായിരിക്കും. അത് നീറ്റാക്കി വെച്ചെങ്കി ഓക്കെ എന്നുവെച്ചാ. ശരി അമ്മ ഞങ്ങൾ ട്രൈ ചെയ്യാം. ശരി മോനെ. നല്ലതായിരിക്കും പക്ഷെ അവിടെ ഇരിക്കാതെ. ആ ശരി മോനെ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പതുക്കെ ഇട്. ഇത് എടുക്കാതെ ട്രൈ ചെയ്യാൻ പറ്റുമോ? നമ്മളെങ്ങനെ കൊണ്ടുവന്നത് ഇതൊക്കെ എടുത്തിട്ട് അല്ലല്ല എടുക്കാൻ പറ്റുമോ? ഓ പറ്റും പറ്റും. പക്ഷെ കാലിലൊന്നും ഇടല്ലേ, സൂക്ഷിച്ച് മാറ്റി. നമ്പർ 1 കൊണ്ട് അടുക്കി വെച്ച് 1 2 3 ഓർഡറിൽ വെക്കണം. ഓക്കേ നമ്പർ 3 എടുത്തിട്ടോ. ഇതേ പറ്റി നമ്പർ 3 നല്ല ബേസ് കളഞ്ഞു. ഇതിനെ പറയാൻ പറഞ്ഞു. യെസ് വർക്ക്. ഇത് എങ്ങനെ ഇരിക്കണം അപ്സൈഡ് ഡൗൺ? അത് കുഴപ്പമില്ല, വെച്ചാ പോരെ. ശരി ഇനി പിടി. കാലൊക്കെ സൂക്ഷിച്ച് എല്ലാരും എടുക്കൂ, സൂക്ഷിച്ച്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ്. അങ്ങനെ അങ്ങനെ വലിച്ചാ മതി, അങ്ങനെ വരും. മാറി വിവാൻ. ഇങ്ങോട്ട് നീക്കോ. ഓക്കേ പേടിയാച്ച ബാക്കിലോട്ട്. കേസ് കേസ് ലൈറ്റ് നടന്നു വരണം പോലെ ഇങ്ങനെ നോക്ക് കണ്ടോ. ഞാൻ പിടിക്കണോ? നടന്നു. അച്ഛാ കുറച്ച് പൊക്കം കൊണ്ട്. ചേട്ടൻ ചെയ്യ, ലൈറ്റ് ഒന്ന്. അയ്യോ ഇച്ചിരി പൊക്ക്. പൊക്ക്. അവിടെ ഇടാതെ അങ്ങോട്ട് കൊണ്ടു. നീ അതിന്റെ ഇടയിൽ നിന്ന് ഇറങ്ങടാ ഇങ്ങോട്ട്. കാല് നോക്കിയോ ശരി. നടക്കാൻ പാടില്ല ചേട്ടാ. നിങ്ങൾക്ക് എങ്ങനെ വേണോ അതുപോലെ ഇടുമ്പക്ക്. അങ്ങോട്ട് പോകുന്ന അതിന് വലിച്ചോണ്ട് പോ. അത് തന്നെ പോത്തില്ലടാ. ആ ആ ഓ വിവാൻ, കാല് നോക്കിയ വിവാൻ. ബാക്കിലോട്ട് ബാക്കിലോട്ട് പോകുമ്പോ സൂക്ഷിക്കണം. എന്നാ കുഞ്ഞും തന്നാലായത്. അപ്പൊ വൃത്തിയായിട്ട് വെക്കണം. ആ ഒരു തീരുമാനം വശിക എടുക്കണം കേട്ടോ. വശി നീറ്റാ വെക്കണം. ഓക്കെ നീ ആര് പ്ലാൻ ചെയ്യും. ഇച്ചിരി കൂടെ മാറ്റിയിട്ടോ, കാരണം അതിന്റെ അടുത്തുനിന്ന് ഓ സെറ്റപ്പ് കിടു. ആദ്യം ടേബിളെ വെക്ക, എന്നിട്ട് ഓരോ. അപ്പൊ ഫിക്ഷൻ ആണെങ്കിൽ അതിനനുസരിച്ച് വെക്കും. എന്നാ ഇതെവിടെ വെക്കുന്നേ? നേച്ചർ സ്റ്റോറീസ്, വിന്റർ സ്റ്റോറീസ് അതൊക്കെ ഒരുമിച്ച് പോയി സിമിലർ ആവുള്ളതൊക്കെ. ബുക്ക് ആദ്യം വെക്ക, എന്നിട്ട് അത് വെക്കാടാ. നിങ്ങൾ അടുക്കൂ, ഞാൻ പോയി ചായ ഇടാം. ഓക്കെ, ഈ വർഷത്തിലെ ആദ്യത്തെ ചായ ഉണ്ടാക്കാൻ പോണോ 2026. ഇനി ഈ ഒരു വർഷം ഫുള്ള് ചായ കുടിച്ച് തൃപ്തിയാവണം കേട്ടല്ലോ. ഒരാഴ്ചയായിട്ട് പനിയൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കായിരുന്നു. ഇന്നെന്തായാലും കുറച്ച് എല്ലാവരും ബാക്ക് ടു നോർമലായിട്ട് വന്നു തുടങ്ങി. ഞാൻ എന്നെ തന്നെ പറയണം, പുതിയ വർഷമല്ലേ, കുറച്ച് ബാക്ക് ടു നോർമൽ ആവണം. എല്ലാവർക്കും എനിക്ക് ഈ നാട്ടിലുള്ള എല്ലാവർക്കും ചുമയും പനിയൊക്കെ തന്നെയാണ്. വൈറൽ പനി അല്ലേ? ഇവിടെ എല്ലാം അടുക്കി വെക്കുന്നതേ ഉള്ളൂ. ചേട്ടന് ചുമയുണ്ടോ? ചുമയാണ്, ചുമ ഭയങ്കരമാണ്. ചുമ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചായ നിനക്ക് കോഫിയാ?
നിനക്ക് ടീയാ? ടീ കുടിക്കാറായോ അവൻ? അപ്പുറത്തെ സൈഡിലോട്ട് വെക്ക അല്ലെ? ഇപ്പുറത്ത് വെക്ക. ആ ബുക്കിന്റെ ആദ്യത്തെ ചായ. നിന്റെ ചായ. ഓ വലിയ ആളായിപ്പോ ചായ കുടിക്കുക. എവിടെ ഇരുന്ന് കുടി. പശിക്ക് കോഫി അല്ലേ? കോഫി ടേബിളിൽ കോഫി. ഒരു റൂല് പക്ഷെ ആ കോർണറിൽ ഒന്നും കഴിക്കാൻ പാടില്ല. കഴിക്കാൻ പാടില്ല. ഈ ലൈറ്റിംഗ് പെർഫെക്റ്റ് ആ വെച്ചെങ്കിലും ലൈറ്റിംഗ് കോളേജിൽ ഉണ്ടാക്കുന്ന ചായയെക്കാട്ടി നല്ലത് കോഫിയാണ്. കോഫി കുടിച്ചാൽ ഭയങ്കരമായിട്ട് എനർജി ബൂസ്റ്റ് ആവും. അത് ശരിയാ. പക്ഷെ ടൂ മച്ച് കുടിച്ചെങ്കിൽ പാടാ. ഇല്ല അല്ല കാര്യമായിട്ട് പറയാം. സ്റ്റഡീസ് അങ്ങനെ പറയണത്. എന്ത് കോഫി കുടിക്കുവാണെങ്കിൽ നമ്മുടെ എനർജി അത് ശരിയാ. അത് കാഫീൻ അങ്ങനെ. പക്ഷെ ടൂ മച്ച് കുടിക്കാൻ പാടില്ല. അപ്പൊ അല്ല പുതുവർഷം ആയതുകൊണ്ട് കുറച്ച് എനർജി കിട്ടുന്നത് ഞാൻ കോഫി എടുത്തത്. എനർജി വേണ്ടല്ലോ. കോഫി കുടിക്കാൻ ഇത്ര റീസൺ വേണം. ഇരിക്കട്ടെ. നല്ല ഭംഗിയിലിരിക്കണം. നിങ്ങളുടെ ഷെൽഫിന് കണ്ണ് കിട്ടായിരിക്കട്ടെ. അതിന് മുമ്പത്തെ പ്രാവശ്യത്തെ വർഷി കണ്ണാടി വിറ്റങ്ങ് വിലസാണ്. നമുക്ക് 2 ബ്രേക്ക്ഫാസ്റ്റ്. വീട്ടിൽ 2 ബ്രേക്ക്ഫാസ്റ്റാ. എനിക്കും വിവാനും പുട്ടും പഴവും, അച്ഛനും മോക്കും ദോശയും ചമ്മന്തി. നിങ്ങൾക്ക് പുട്ടും പഴം ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട്. ഇങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ. സൂപ്പറല്ലേ? സൂക്ഷിച്ചെടുക്കണം.